സമയം 11 മണി കഴിഞ്ഞു. ഒരു റൊമാൻറ്റിക് സോങ്ങിന് ശേഷം ലവ് FM 94.3-യിൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. കഴിഞ്ഞ ദിവസം ഒരാളെ കല്യാണം വിളിച്ചു. പ്രണയത്തിൻ്റെ പ്രവാചകനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും ലവ് മാരേജാണ്. അധികം സംശയിപ്പിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞു അറേഞ്ച്ഡ് മാരേജാണ്. കാര്യം എന്താണെന്നും പറഞ്ഞു. വീട്ടുകാർ പറയുന്നയാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യമുണ്ടെങ്കിലും വീട്ടുകാരുടെയും ഇൻലോസിൻ്റെയും സപ്പോർട്ട് ഉണ്ടാവും. ഇമോഷണൽ സപ്പോർട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടും. 2, വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ പേരൻസിൻ്റെ തലയിൽ വെക്കാം. നിങ്ങളല്ലേ കണ്ടുപിടിച്ച് വന്ന്, അതുകൊണ്ടല്ലേ എനിക്കിത് വന്നേന്ന്. 3, പ്രണയം കല്യാണത്തിന് ശേഷമേ തുടങ്ങും. അതുകൊണ്ട് ആ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ലവ് എല്ലാം നമുക്ക് ആസ്വദിക്കാം. 4, 2 പേരും എഫേർട്ട് ഇടും എങ്ങനെയും ഇതൊരു മറുകര എത്തിക്കാനായിട്ട്. ഇതിൽ സ്ട്രൈക്ക് ചെയ്ത് എന്താണെന്നറിയോ? കല്യാണത്തിന് ശേഷമാണ് പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഈ പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇയാളെ നഷ്ടപ്പെടുക എന്നുള്ള പേടി അതില്ല. ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ ചെറിയ വഴക്കുണ്ടായപ്പോലും പേടിയാ. എന്നാൽ കല്യാണം കഴിച്ച് നമ്മുടെ കൂടെയുള്ള ആളാണെങ്കിൽ ഏതറ്റം വരെ പോകാനും അയാൾ തയ്യാറാവും, നമ്മളും. പിന്നെ ഇയാളെ പരിചയപ്പെടാനും മനസ്സിലാക്കാനും പ്രണയിക്കാനും ഒക്കെ മിനിമം ഒരു 3 വർഷം എടുക്കും. അപ്പോഴേക്കും ആ വഴക്കിൻ്റെ സ്റ്റേജസൊക്കെ കഴിഞ്ഞിട്ടും ഉണ്ടാവും. അഥവാ വഴക്കുണ്ടായാൽ തന്നെ റെഫറി വരും, നമ്മുടെ പേരൻസ്. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ബോയ് ഫ്രണ്ട് പ്രപ്പോസ് ചെയ്തത് ഇങ്ങനെയാ. നോ ഐ ലവ് യൂസ്, നോ ഐ വോണ്ട് യൂസ്. ഡയറക്റ്റ് ഹിറ്റാ. ഒരു പ്രണയത്തിലാവുമ്പോൾ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് കല്യാണം. കല്യാണം എങ്ങനെ വേണം, എവിടെ വേണം, അത് കഴിഞ്ഞ് എവിടെയൊക്കെ പോകണം, ഒത്തിരി പ്ലാൻ ചെയ്യും. ആദ്യമൊക്കെ ഇങ്ങനത്തെ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. പിന്നെ കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോൾ പേടി വന്നു തുടങ്ങും. വീട്ടിൽ പറയണ്ടേ, അവരെങ്ങനെ തടയുമോ, അങ്ങനത്തെ കുറേ സംശയങ്ങൾ. പക്ഷെ ഇതൊക്കെ ശരിക്കും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രണയിക്കുമോ? കല്യാണം എന്ന് ആലോചിച്ചിട്ടാണോ ഒരാളോട് ഇഷ്ടമെന്ന് പറയുന്നത്? ഒരുപാട് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആരും പ്രണയത്തിലാവത്തില്ല. ഇനി ഒത്തിരി ആലോചിച്ചിട്ടാണ് നമ്മൾ പ്രണയിക്കുന്നതെങ്കിൽ ആ പ്രണയത്തിൽ പലപ്പോഴും ആത്മാർത്ഥത കാണില്ല. ആലോചിച്ചുറപ്പിച്ച് ഒരു ബന്ധത്തിലേക്കാവുന്നത് ശരിക്കും ഒരു കൺവീനിയൻസ് മാത്രമാണ്. ഒന്നും ആലോചിക്കാതെ പ്രണയിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നഷ്ടപ്രണയങ്ങൾ ഉണ്ടാവുന്നതും. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. എൻ്റെ റീനുവിൻ്റെ കൂടെ. ക്ലബ് FM ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ആണ്. എൻ്റെ കൂടെ റഫീഖും കൂടി വന്നിട്ടുണ്ട്. റഫീഖ്, അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ താല്പര്യം? അറേഞ്ച്ഡ് മാരേജിൽ അറേഞ്ച് ചെയ്തിട്ട് ലവ് ചെയ്യേണ്ടതാണ് താല്പര്യം. വീട്ടുകാർ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ലവ് ചെയ്യുന്നത്. അതെ അതെ. അതെന്താ? നമ്മള് കണ്ടെത്തുന്നതിൽ ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ അത് അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് കാണിച്ചിട്ട് മതി, ഇപ്പൊ തൃപ്തിയായില്ലെന്നൊക്കെ ചോദിക്കും. അറേഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അവരുടെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ തട്ടി കയറാമല്ലോ. നിങ്ങൾ കണ്ടുപിടിച്ചു ഇപ്പൊ എന്റെ തലയിലായത്. അതെ, വളരെ പ്രീ പ്ലാൻഡ് ആണല്ലോ. ഇങ്ങനെയുള്ള ആരെങ്കിലും അറിയോ അറേഞ്ച്ഡ് മാരേജ് കഴിഞ്ഞിട്ട് അപ്പന്റെ അമ്മയുടെ തലയിൽ കയറുന്നവര്? അങ്ങനെ കുറവാണ്, എന്നാലും ആരെങ്കിലൊക്കെ ഉണ്ടാവും. ലവ് മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയാ പോരെ? അത് അഡ്ജസ്റ്റ്മെന്റ് വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു ഏത് സിനിമയില നമ്മുടെ ഉർവശിയും മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ചേട്ടന് അന്ന് പരിപ്പറി ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ എന്താ അങ്ങനെ പറയാതെ? മിഥുനത്തിലെ പോലെ. അത് തന്നെ മിഥുനം. അപ്പൊ അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ലവ് മാരേജ് പേടിയാണ്, പണ്ട് കൊടുത്ത പ്രോമിസസ് ഒക്കെ അവള് ചോദിക്കില്ലേ എന്നുള്ള പേടി. അത് തന്നെ. അങ്ങനെ വിചാരിക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. ബൈ റഫീഖ്. ഇതുപോലെ ക്ലബ് FM ലവ് ബൈറ്റ്സിലൂടെ സംസാരിക്കണ്ടേ? എന്നാൽ 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്.
ഒറ്റ നോട്ടത്തിൽ തോന്നും പ്രണയവും കല്യാണവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടെന്ന്. പക്ഷെ കുറച്ചൊന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാവും, എല്ലാ പ്രണയവും കല്യാണത്തിൽ എത്തിച്ചേരാറില്ല. കല്യാണത്തിലെത്തിയാലും ഇനി ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞ് അത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം. എല്ലാം നമ്മുടെ കയ്യിലാണ്. മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും നമ്മൾ എത്ര വില്ലിങ് ആണോ അതുപോലെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകൂ. എപ്പോഴും വഴക്കുണ്ടാക്കാനും എന്തിനും കുറ്റം കണ്ടുപിടിക്കാനിരുന്നാലോ മറ്റേ ആളുടെ സൈഡിലെ ഫോൾട്ടുകൾ കണ്ടുപിടിച്ച് അവരോട് വഴക്കുണ്ടാക്കി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രണയബന്ധം മുന്നോട്ട് പോവോ? അവിടെ പ്രശ്നങ്ങൾ മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ ശരിക്കും ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിസ് 2 പാർട്ട്നേഴ്സ് തന്നെയല്ലേ? അവരെങ്ങനെ അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു എന്നുള്ളതിലല്ലേ. എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമ്പോൾ മറ്റേ ആൾക്ക് നേരെ കൈ ചൂണ്ടുന്നതിന് മുന്നേ ഒന്ന് ചിന്തിച്ചാൽ മതി, എൻ്റെ ഭാഗത്തും കുറച്ച് തെറ്റില്ലേന്ന്. 2 പേരും സഹകരിക്കണ്ടേ? ഇന്നിനി കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ലവ് ബൈറ്റ്സ് കഴിഞ്ഞ് പോവാം. നാളെ രാത്രി തിരിച്ചു വരും. ടിൽ ദെൻ, റീനു ഈസ് സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ.